Next is the design of I-section purlin. So I-section purlinൻ്റെ ഡിസൈൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചാനൽ സെക്ഷൻ പേർലിനിൽ ചെയ്ത പോലെ തന്നെയാണ്, സെയിം സ്റ്റെപ്സ് ആണ്. ആകെ ഒരു സ്റ്റെപ്പിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അതായത് നമ്മൾ സെക്ഷൻ ക്ലാസിഫിക്കേഷൻ എടുക്കുമ്പോഴത്തേക്ക് അവിടെ വിത്ത് ബിക്ക് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് BF/2 എന്നാണ്. ഓക്കെ, ബാക്കിയെല്ലാം സെയിം ആയിട്ട് തന്നെ വരും. സോ ആ ഒരു ഡിഫറൻസ് മാത്രമേ I-section purlinൽ ഉള്ളൂ. So design an I-section purlin for an industrial building to support a galvanized iron sheet roof given the spacing of truss 5 meter എന്ന് തന്നിട്ടുണ്ട്. Spacing of purlin 1.5 meter. Inclination of rafter to horizontal 30 degree. Weight of sheet taking into account laps and connecting bolt 130 Newton per meter square. Wind load 1 kilonewton per meter square and imposed snow load 1.5 kilonewton per meter square. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ട്രസ്സിൻ്റെ സ്പേസിങ്. ഓക്കെ, ട്രസ് തമ്മിലുള്ള സ്പേസിങ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ആ സ്പേസിങ് 5 മീറ്റർ. സോ 5 മീറ്റർ തന്നെയായിരിക്കും പേളിൻ്റെ സ്പാനും. ദെൻ സ്പേസിങ് ഓഫ് പേളിൻ തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് പേളിൻ തമ്മിലുള്ള സ്പേസിങ് 1.5 മീറ്റർ. ഓക്കെ, ദെൻ ഇൻക്ലിനേഷൻ ഓഫ് ദി റാഫ്റ്റർ ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ഇൻക്ലിനേഷൻ, ദറ്റ് ഇസ് ആംഗിൾ ആണ് തന്നിരിക്കുന്നത്. റൂഫ് ആംഗിൾ ആണ് തന്നിരിക്കുന്നത്, ദറ്റ് ഇസ് തീറ്റ 30 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ദെൻ വെയ്റ്റ് ഓഫ് ദി ഷീറ്റ്, സെൽഫ് വെയ്റ്റ്, ഷീറ്റിൻ്റെ ഡെഡ് ലോഡാണ് ഈ തന്നിരിക്കുന്ന വാല്യൂ. വിൻഡ് ലോഡ് ആൻഡ് ഇമ്പോസ്ഡ് സ്നോ ലോഡ് എന്ന് വെച്ചാൽ ഇവിടെ ലൈവ് ലോഡാണ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് 1 ഇസ് ഡിറ്റർമിനേഷൻ ഓഫ് സ്ലോപ്പ്. സോ സ്ലോപ്പ് ഇസ് ഓൾറെഡി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ആസ് തീറ്റ ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇക്വേഷൻ തന്നിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഹൈറ്റ് ഓഫ് ട്രസ് ഡിവൈഡഡ് ബൈ ദ സ്പാൻ ഓഫ് ട്രസ് ബൈ 2. ഓക്കെ, അപ്പോൾ ഇവിടെ ഡയറക്റ്റ്ലി തീറ്റയുടെ വാല്യൂ തന്നിരിക്കുന്നത് കൊണ്ട് തീറ്റ 30 ഡിഗ്രി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നെക്സ്റ്റ് ഇസ് ഡിറ്റർമിനേഷൻ ഓഫ് MZ, MY, FY ആൻഡ് FZ. ഓക്കെ, സോ നമുക്ക് ഈ മൊമെൻറ്റും അതുപോലെ ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സും അറിയണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വി ഷുഡ് ഹാവ് ദി ലോഡ് ഡേറ്റ. അപ്പോൾ ലോഡ് വാല്യൂ W വാല്യൂ വേണം. W രണ്ട് കമ്പോണൻസ് ആയിട്ടാണ് നമുക്ക് എടുക്കുന്നത്. ദാറ്റ് ഈസ് W ലോഡ് ആക്ടിങ് അലോങ് ദി ഷീറ്റ് ആൻഡ് ലോഡ് ആക്ടിങ് നോർമൽ ടു ദ ഷീറ്റ്. ഓക്കെ, സോ ദ ഡെഡ് ലോഡ് ഫ്രം ഷീറ്റ്, ഡെഡ് ലോഡ് 130 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ സെൽഫ് വെയ്റ്റ് ഓഫ് പേളിൻ. ഓക്കെ, സോ ഷീറ്റിൻ്റെത് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ ഇനി തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ലോഡ് അനുസരിച്ചിട്ട് എടുക്കുക. ദെൻ സെൽഫ് വെയ്റ്റ് ഓഫ് പേളിൻ്റെ സെൽഫ് വെയ്റ്റ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ സെയിം വാല്യൂ തന്നെ എടുക്കാം, അതർവൈസ് ഇറ്റ് ഷുഡ് ബി ഇൻ ബിറ്റ്വീൻ 100 to 120 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതാണ് പേളിൻ്റെ സെൽഫ് വെയ്റ്റ്. ദെൻ നെക്സ്റ്റ് ഇസ് ലൈവ് ലോഡ്. ഇമ്പോസ്ഡ് ലോഡ് 1.5 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 3 ലോഡുമാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ 3 ലോഡും ആഡ് ചെയ്യുക. സോ ടോട്ടൽ ലോഡ് കിട്ടും. ഇത് കിലോന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലാണ് ടോട്ടൽ ലോഡ്. അതിനെ നമുക്ക് ലോഡ് പെർ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ലോഡ് പെർ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 1.76ൻ്റെ കൂടെ, അതായത് ടോട്ടൽ ലോഡ് ഇൻ കിലോന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, അതിൻ്റെ കൂടെ നമ്മൾ പേളിൻ്റെ സ്പേസിങ് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, സോ 1.76 ഇൻറ്റു സ്പേസിങ് ഓഫ് പേളിൻ വിൽ ഗിവ് അസ്, സ്പേസിങ് ഓഫ് പേളിൻ 1.5 ആണ്. ഓക്കെ, അപ്പോൾ 1.76 ഇൻറ്റു 1.5 വിൽ ഗിവ് യു 2.64 കിലോന്യൂട്ടൺ പെർ മീറ്റർ. എന്നിട്ട് അതിൻ്റെ ഫാക്ടേർഡ് വാല്യൂ. അപ്പോൾ ഇവിടെ ഇത് എന്ന് വെച്ചാൽ സ്പേസിങ് ഓഫ് പേളിൻ വിച്ച് ഇസ് ഗിവൺ ഇൻ ദി ക്വസ്റ്റ്യൻ. ഓക്കെ, ഗിവൺ ഇൻ ക്വസ്റ്റ്യൻ. ആൻഡ് ഈ 1.5 എന്ന് വെച്ചാൽ നമ്മൾ ഫാക്ടേർഡ് ലോഡ് ആക്കാൻ കൺവേർട്ട് ചെയ്യാനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഫാക്ടറാണ് 1.5. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 3.96 കിലോന്യൂട്ടൺ പെർ മീറ്റർ എന്ന് W വാല്യൂ കിട്ടും.
So W value kittikകഴിഞ്ഞാൽ we have to calculate the load component normal to sheet and load component parallel to sheet. So load component normal to sheet is W cos theta. Okay. So normal to sheet എന്ന് പറയുമ്പോൾ ഓക്കെ ഇങ്ങനെയാണ് പാരലൽ, ഷീറ്റിന് പാരലായിട്ട് ഈ ഒരു പോർഷൻ, ഷീറ്റിന് നോർമലായിട്ട് ഇത്. സോ ഈ ആംഗിൾ നമുക്കറിയാം തീറ്റ. ഓക്കെ, സോ ദിസ് ഇഫ് ദിസ് ഇസ് W and this is W cos theta and this is W sin theta. W sin theta. So next step is selection of section. ഇനി നമുക്ക് സെക്ഷൻ ചൂസ് ചെയ്യണം. അപ്പോൾ I സെക്ഷൻ പേർളിനാണ്. അപ്പോൾ ഒരു I സെക്ഷൻ ISMB സെക്ഷൻ വേണം എടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ 200, അപ്പോൾ നമുക്കൊരു ഹയർ സെക്ഷൻ തന്നെ എടുക്കാം. സോ ISMB 200 എടുക്കാം. ആൻഡ് സ്റ്റീൽ കോഡ്, നമ്മുടെ കോഡിൻ്റെ സ്റ്റീൽ കോഡിൻ്റെ ബാക്കിലായിട്ട് IS 800ൻ്റെ ബാക്കിലൊരു ടേബിളുണ്ട്. ആ ടേബിളിൽ നിന്ന് നിങ്ങൾക്ക് ISMB 200ൻ്റെ കറസ്പോണ്ടിങ് പ്രോപ്പർട്ടീസ് ഒക്കെ കിട്ടും. ഓക്കെ, ദറ്റ് ഈസ് ഏരിയ, ഹൈറ്റ്, വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച്, thickness of web, thickness of flange, then ZPZ and ZEZ values കിട്ടും. then IZZ and R1 നിങ്ങൾ റേഡിയസ് റൂട്ട് ഈ രണ്ട് വാല്യൂസും സ്റ്റീൽ ടേബിളിൽ നിന്ന് എടുക്കുക. ഓക്കെ, then we have to find out the depth of web. അപ്പോൾ ഡെപ്ത് ഓഫ് വെബ് കിട്ടണമെങ്കിൽ ഹൈറ്റിൽ നിന്ന്, ഈ ടോട്ടൽ ഹൈറ്റിൽ നിന്ന് തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് മൈനസ് ചെയ്യുക. ഓക്കെ, ഈ പോർഷൻ മൈനസ് ചെയ്യുക, അതുപോലെ തന്നെ ഈ റൂട്ടും മൈനസ് ചെയ്യുക. ഓക്കെ, സോ ഹൈറ്റ് മൈനസ് 2 times TF മൈനസ് 2 times radius at root. So you will get a value, D value 156.4 mm എന്ന് കിട്ടും. ഓക്കെ, അഗെയിൻ അടുത്ത സ്റ്റെപ്പ് ചെക്ക് ഫോർ ഷിയർ. സോ ചെക്ക് ഫോർ ഷിയറിൽ VDZ ആൻഡ് VDY കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് ഷിയർ ഏരിയ ഓക്കെ, സോ ഷിയർ ഏരിയ ഇവിടെ തന്നിട്ടുണ്ട്. മേജർ ആക്സിസ് ബെൻഡിങ്, അതായത് VDZനാണെങ്കിൽ ഷിയർ ഏരിയ നമ്മൾ H/TW എന്നാണ് എടുക്കേണ്ടത്. ഓക്കെ, അതുപോലെ ഇവിടെ മൈനർ ആക്സിസ് ബെൻഡിങ് ആണെങ്കിൽ 2B/TF. ഓക്കെ, IS 800 2007 പേജ് നമ്പർ 59 തന്നിട്ടുണ്ട്. ഓക്കെ, ദറ്റ് ഈസ് ക്ലോസ് 8.4.1.1 ഷിയർ ഏരിയ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് വേണം VDZ ആൻഡ് VDY കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. സോ ഇവിടെ VDZ ഷിയർ ഏരിയ H/TW FY by √3 gamma m0. സോ FY എന്ന് വെച്ചാൽ 250, H 200 and TW 5.7 ഡിവൈഡഡ് ബൈ √3 × 1.1. സോ 149 എന്ന് കിട്ടും, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ FZ. ഓക്കെ, സോ VDZ ഷാൽ ബി ഗ്രേറ്റർ ദാൻ FZ. അതാണ് സേഫ്റ്റി കണ്ടീഷൻ. അതേപോലെ VDY കാൽക്കുലേറ്റ് ചെയ്യുക. 2 × B/TF × FY. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മളിവിടെ ബിക്ക് BFൻ്റെ സെയിം വാല്യൂ ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ബിക്ക് BF/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് സെക്ഷൻ ക്ലാസിഫിക്കേഷനിൽ മാത്രമാണ്. ഓക്കെ, സെക്ഷൻ ക്ലാസിഫിക്കേഷനിൽ മാത്രമാണ് അങ്ങനെ മൈനസ് ചെയ്യേണ്ടത്. ഈ ഒരു മൈനസ് അല്ല, 2 വെച്ച് ഡിവൈഡ് ചെയ്യേണ്ടത്. അതർവൈസ് ഈ B എന്ന് വെച്ചാൽ ദറ്റ് ഈസ് BF ഇറ്റ്സെൽഫ്. ഓക്കെ, വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് തന്നെയാണ് ഈ B വാല്യൂ. So VDY is equal to 2B/TF × FY by √3 gamma m0. But 2 × 100 × 10.8 × FY 250 divided by √3 × 1.1 283 എന്ന് കിട്ടും. ഓക്കെ, സോ ഇത് സേഫ് ആണ്. അടുത്തത് സെക്ഷൻ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സെക്ഷൻ ക്ലാസിഫിക്കേഷനിൽ B വാല്യൂ എന്ന് വെച്ചാൽ BF/2. ഓക്കെ, സോ BF എന്ന് വെച്ചാൽ 100/2 എടുക്കുക, TF 10. സോ 50/10.8 നമുക്ക് കിട്ടുന്ന വാല്യൂ 4.6
63 എന്ന് കിട്ടും, വിച്ച് ഇസ് ലെസ് ദാൻ 9.4 എപ്സിലോൺ. ആൻഡ് ഡി ബൈ ടി ഡബ്ല്യു എന്ന് വെച്ചാൽ ഓക്കെ, ഇത് ഫ്ലാഞ്ചിൻ്റെതും ഇത് ഐ സെക്ഷൻ്റെ വെബിൻ്റെതുമാണ്. അപ്പോൾ ഡി ബൈ ടി ഡബ്ല്യു എന്ന് പറയുമ്പോൾ 156.4 ഡിവൈഡഡ് ബൈ 5.7 27.43 എന്ന് കിട്ടും, വിച്ച് ഇസ് ലെസ് ദാൻ 84 എപ്സിലോൺ. ഓക്കെ, സോ 84 എപ്സിലോണിനേക്കാളും ലെസ്സാണ്. അതുകൊണ്ട് തന്നെ ഈ സെക്ഷൻ പ്ലാസ്റ്റിക് സെക്ഷനാണ്. ഓക്കെ, സോ ഐ എസ് കോഡിൽ ഫ്ലാഞ്ചിൻ്റെ കാര്യം റോൾഡ് സെക്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, സോ ഫ്ലാഞ്ചിൻ്റെത് ബി ബൈ ടി എഫ് 9.4 എപ്സിലോണിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ വെബിൻ്റെത് ഓക്കെ, വെബ് ഓഫ് ഐ സെക്ഷൻ ഡി ബൈ ടി ഡബ്ല്യു 84 എപ്സിലോണിൽ വരുന്നുണ്ട്. സോ സെക്ഷൻ എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് സെക്ഷനാണ്. ഓക്കെ, സോ സെക്ഷൻ ഇസ് പ്ലാസ്റ്റിക്. നെക്സ്റ്റ്, ഡിറ്റർമിനേഷൻ ഓഫ് എം ഡി ഇസഡ് ആൻഡ് എം ഡി വൈ ഡിസൈൻ മൊമെൻറ്റ് അലോങ് ഇസഡ് ഡയറക്ഷനും വൈ ഡയറക്ഷനും കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് എം ഡി ഇസഡ് ഇസ് ഈക്വൽ ടു ബീറ്റ ഇസഡ് പി ഇസഡ് എഫ് വൈ ബൈ ഗാമ എം നോട്ട്. ഓക്കെ, ബീറ്റ ഇസഡ് പി ഇസഡ്, എം ഡി ഇസഡ് ആണെങ്കിൽ ഇസഡ് പി ഇസഡ് ആൻഡ് എം ഡി വൈ ആണെങ്കിൽ ഇസഡ് പി വൈ. ഇതിൽ ഇസഡ് പി ഇസഡ് വാല്യൂ IS 800 കോഡിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ബാക്കിലെ ടേബിളിൽ. ആൻഡ് അത് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 ഇൻറ്റു 253.86 ഇൻറ്റു 10⁻³ ഇൻറ്റു 250 ഡിവൈഡഡ് ബൈ 1.1. ആൻഡ് എം ഡി ഇസഡിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 57.695 എന്നാണ്. ഈ എം ഡി ഇസഡ് ഷാൽ ബി ഗ്രേറ്റർ ദാൻ എം ഇസഡ് ആൻഡ് ഓൾസോ എം ഡി ഇസഡ് shall be less than 1.2 ZE FY by gamma m naught. Okay, ഇതിൽ ഈ ZEZ വാല്യൂ കോഡിൽ തന്നിട്ടുണ്ട്. കോഡിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് നമുക്ക് ZEZും ZPZും കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ZEZ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് യു വിൽ ഗെറ്റ് എ വാല്യൂ 60.954. സോ എം ഡി വാല്യൂ 57 ആണ്, വിച്ച് ഇസ് ലെസ് ദാൻ 60. അതുകൊണ്ട് ഈ കണ്ടീഷനും ഓക്കെയാണ്. ഓക്കെ, അടുത്തത് എം ഡി വൈ കാൽക്കുലേറ്റ് ചെയ്യണം. എം ഡി വൈ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ ബീറ്റ ഇസഡ് പി വൈ എഫ് വൈ. ഓക്കെ, ഈ ഇസഡ് പി വൈയുടെ വാല്യൂ നമുക്ക് കോഡിൽ നിന്നല്ല കിട്ടുന്നത്, അതിന് ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് ഇക്വേഷൻ ഉണ്ട്. ഇസഡ് പി വൈ എന്ന് വെച്ചാൽ B²TF/2. ഇവിടെ ഈ ബി എന്ന് വെച്ചാൽ BF തന്നെയാണ്. ഓക്കെ, സോ 100² ഇൻറ്റു TF. ഇവിടെ നമുക്ക് ZPYയുടെ വാല്യൂ 12.272 എന്ന് കിട്ടും. സോ ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ എം വൈ നമുക്ക് കിട്ടിയ വാല്യൂവിനേക്കാളും ഗ്രേറ്റർ ആണ്. ഓക്കെ, അതുകൊണ്ട് ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, സേഫ് ആണ്. അഗെയിൻ ബൈആക്സിയൽ ബെൻഡിങ്ങിൻ്റെ ചെക്കും കൂടെ ചെയ്യുക. ആൻഡ് എം ഇസഡ് ബൈ എം ഡി ഇസഡ് പ്ലസ് എം വൈ ബൈ എം ഡി വൈ ലെസ്സർ ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ 0.686 എന്നാണ് കിട്ടുന്നത് ഈ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ. ആൻഡ് ഹെൻസ് ദിസ് ഇസ് സേഫ്. അടുത്തത് വിൻഡ് സെക്ഷൻ്റെ ചെക്കാണ്. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ഡെഡ് ലോഡും വിൻഡ് ലോഡുമാണ് വേണ്ടത്. ഓക്കെ, സോ ഫാക്ടേർഡ് ഡെഡ് ലോഡ് നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. അതായത് ഡെഡ് ലോഡ് എന്ന് പറയുമ്പോൾ ഡെഡ് ലോഡ് ഡ്യൂ ടു ഷീറ്റും വരും പേളിനും വരും. ഓക്കെ, രണ്ടും സെയിം വാല്യൂ ആയിരുന്നു നമ്മൾ എടുത്തത്. സോ 0.13. ഇതിൻ്റെ കൂടെ സ്പേസിങ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിനെ ഫാക്ടേർഡ് ആക്കാനായിട്ട് ഒരു 1.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ 0.585 എന്ന വാല്യൂ കിട്ടുന്നത്. നെക്സ്റ്റ്, ഫാക്ടേർഡ് ലോഡ് പെർ മീറ്റർ. ഓക്കെ, അപ്പോൾ വിൻ ലോഡ്, ഫാക്ടേർഡ് ഡെഡ് ലോഡ് കിട്ടി ആൻഡ് ഫാക്ടേർഡ് വിൻ ലോഡ് വേണം. സോ അതിനെന്താ ചെയ്യേണ്ടത്? വിൻ ലോഡ് 1 kN/m² ആണ്. അതിനെ പേളിൻ്റെ സ്പേസിങ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അതിൻ്റെ കൂടെ ഫാക്ടേർഡ് ലോഡ് ആക്കാൻ 1.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. യു വിൽ ഗെറ്റ് 2.25 kN/m. അഗെയിൻ നോർമൽ ലോഡും പാരലൽ ലോഡും കാൽക്കുലേറ്റ് ചെയ്യണം. നോർമൽ ലോഡ് എന്ന് വെച്ചാൽ ഇന്നത്തെ ഷീറ്റിൽ വിൻ ലോഡ് ഔട്ട്വേർഡ്സ് ആണ് ആക്ട് ചെയ്യുന്നത്.
ഓക്കെ. സോ വിൻഡ് ലോഡ് മൈനസും ഡെഡ് ലോഡ് പോസിറ്റീവുമാണ്. സോ മൈനസ് ഡബ്ല്യു എൽ പ്ലസ് ഡി എൽ കോസ് തീറ്റ. അപ്പോൾ ഇവിടെ നമ്മൾ ലൈവ് ലോഡ് എടുക്കില്ല. ഓക്കെ, വിൻഡ് ലോഡും ഡെഡ് ലോഡ് കോമ്പിനേഷനാണ് എടുക്കുന്നത്. സോ വിൻഡ് ലോഡ് പ്ലസ് ഡെഡ് ലോഡ് കോസ് തീറ്റ ആൻഡ് ലോഡ് പാരലൽ ടു ഷീറ്റ്. ഷീറ്റിന് പാരലായിട്ട് വിൻഡ് ലോഡ് ആക്ട് ചെയ്യില്ല, അതുകൊണ്ട് ഇവിടെ ഡി എൽ സൈൻ തീറ്റ മാത്രമേ വരുള്ളൂ. ഓക്കെ. സോ ഡബ്ല്യു എൽ 2.25 എന്ന് തന്നിട്ടുണ്ട്, നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരുന്നു. അതിൻ്റെ കൂടെ മൈനസ് വരും, കാരണം ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് മൈനസ് എന്ന് വരും. ആൻഡ് ഡെഡ് ലോഡ് കോസ് തീറ്റ എന്ന് വെച്ചാൽ 0.585 കോസ് 30. ഓക്കെ. സോ ഡബ്ല്യു ഇസഡ് വാല്യൂ കിട്ടുന്നത് -1.743യും ഡബ്ല്യു വൈ കിട്ടുന്നത് ഡി എൽ സൈൻ തീറ്റ. ഡി എൽ സൈൻ തീറ്റ എന്ന് വെച്ചാൽ 0.585 സൈൻ തീറ്റ. തീറ്റയുടെ വാല്യൂ 30 ഡിഗ്രി. ഡബ്ല്യു വൈ 0.293 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്നും കിട്ടും. ഓക്കെ. ഇനി ലോഡ് കിട്ടിയെങ്കിൽ നമുക്ക് നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സും ആണ്. അതും നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെ ചെയ്യുക. ഡബ്ല്യു ഇസഡ് എൽ സ്ക്വയർ ബൈ 8ഉം ഡബ്ല്യു വൈ എൽ സ്ക്വയർ ബൈ 8ഉം. ഓക്കെ. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 5.44 കിലോ ന്യൂട്ടൺ മീറ്റർ ആൻഡ് 0.915 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ഓക്കെ. അടുത്തത് എം ഡി ഇസഡ് ആൻഡ് എം ഡി വൈ കാൽക്കുലേറ്റ് ചെയ്യുക. എം ഡി ഇസഡ് എന്ന് വെച്ചാൽ ബീറ്റ ബി ഇസഡ് പി ഇസഡ് ഇൻറ്റു എഫ് ബി ഡി. ഇതിൽ എഫ് ബി ഡി കാൽക്കുലേറ്റ് ചെയ്യാൻ ടേബിൾ 14ഉം 13ഉം 14ഉം എടുക്കുക. ഓക്കെ. അപ്പം എഫ് ബി ഡി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് എഫ് സി ആർ ആണ്. ഓക്കെ, എഫ് സി ആർ ആണ് ആദ്യം വേണ്ടത്. ഈ എഫ് സി ആർ കിട്ടുന്നതെന്ന് വെച്ചാൽ ടേബിളിൽ നിന്ന് കെ എൽ ബൈ ആർ മിനിമവും അതുപോലെ എച്ച് ബൈ ടി എഫിൻ്റെയും കറസ്പോണ്ടിങ് ടേംസിൽ നിന്നാണ് നമുക്ക് എഫ് സി ആർ വാല്യൂ കിട്ടുന്നത്. ഓക്കെ. സോ കെ എൽ ബൈ ആർ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. വാട്ട് ഈസ് കെ? ഐ സെക്ഷൻ ആണെങ്കിൽ കെ 1 ആണ്. ആൻഡ് എൽ ഇസ് 5, ആർ മിനിമം വാല്യൂ 21.5 mm. സ്റ്റീൽ ടേബിളിൽ നിന്ന് കിട്ടും അത്. അങ്ങനെ കെ എൽ ബൈ ആറിൻ്റെ വാല്യൂ 232.558 എന്ന് കിട്ടും. ഓക്കെ. ആൻഡ് എച്ച് ബൈ ടി എഫ്, എച്ച് എന്ന് വെച്ചാൽ ടോട്ടൽ ഹൈറ്റ് 200 ബൈ ടി എഫ് 10.8, 18.52 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ 18.52നും അതുപോലെ തന്നെ 232നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഇൻ്റർപൊളേറ്റ് ചെയ്ത് എടുക്കണം. ഓക്കെ. അപ്പോൾ അതെങ്ങനെയാണ് കിട്ടുക? കെ എൽ ബൈ ആറിൻ്റെ ഈ 232ൻ്റെ 230ക്കും 240ക്കും ബിറ്റ്വീൻ ആണുള്ളത്. അതുപോലെ 18നും 20നും ഇടയ്ക്കാണ് 18.52 ഉള്ളത്. ഓക്കെ. സോ 18നും 230ക്കും വരുന്ന വാല്യൂ 124.3യും 240ക്കും 18നും കറസ്പോണ്ടിങ് വാല്യൂ 118.6. അതുപോലെ 20ക്കും 230ക്കും കറസ്പോണ്ടിങ് വരുന്ന വാല്യൂ ഇത്. 20ക്കും 240ക്കും കറസ്പോണ്ടിങ് നിങ്ങൾക്ക് ടേബിളിൽ നിന്ന് കിട്ടുന്ന വാല്യൂ ഇത് ടേബിൾ 40ൽ നിന്ന് കിട്ടും. ഓക്കെ. സോ ഈ വാല്യൂസ് കിട്ടിയാൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഈ രണ്ട് വാല്യൂവിൻ്റെ ഇൻ്റർപൊളേറ്റ് ചെയ്ത് ഈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ഈ രണ്ട് വാല്യൂ നമുക്കുണ്ട്, അത് ഇൻ്റർപൊളേറ്റ് ചെയ്ത് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ. ദെൻ ഈ 121നെയും 115നെയും ഇൻ്റർപൊളേറ്റ് ചെയ്ത് നമുക്ക് എഫ് സി ആർ വാല്യൂ കിട്ടും. ഓക്കെ. അപ്പോൾ എഫ് സി ആർ വാല്യൂ 120 എന്ന് കിട്ടി, 120 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. സോ എഫ് സി ആർ കിട്ടിയെങ്കിൽ റോൾഡ് സെക്ഷൻ ആണെങ്കിൽ ആൽഫ എൽ ടി 0.21 ആണ്. ഓക്കെ. ഇത് ക്ലോസ് 8.2.2ൽ തന്നിട്ടുണ്ട്. റോൾഡ് സെക്ഷൻ ആണെങ്കിൽ ആൽഫ എൽ ടി 0.21 എന്നും അതുപോലെ വെൽഡഡ് സെക്ഷൻ ആണെങ്കിൽ 0.49 എന്നും. ഓക്കെ. അപ്പം നമ്മൾ വെൽഡഡ് സെക്ഷനാണോ റോൾഡ് സെക്ഷനാണോ എന്ന് നോക്കിയിട്ട് അതിന് കറസ്പോണ്ടിങ് രണ്ട് ടേബിൾസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ആൽഫ എൽ ടി 0.21 ഉള്ള ടേബിളാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ. അപ്പോൾ അവിടെ എഫ് സി ആർ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ബി ഡി വാല്യൂ ഇൻ്റർപൊളേറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്ക് 120 ആണ് വേണ്ടത്. സോ 100ഉം 150ക്കും ഇടയ്ക്കാണ് 120 വരുന്നത്. 100ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 77.3 ആൻഡ് ഇത് 106.8, 89.1 എന്ന് കിട്ടും. ഇൻ്റർപൊളേറ്റ് ചെയ്യുക. ഓക്കെ. അഗെയിൻ നമ്മുടെ എം ഡി ഇസഡിൻ്റെ ഇക്വേഷനിൽ ഈ എഫ് ബി ഡിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബീറ്റ ബി 1 ആണ് പ്ലാസ്റ്റിക് സെക്ഷൻ ആയതുകൊണ്ട് ഇസഡ് പി ഇസഡ് വാല്യൂ നമ്മൾ ഓൾറെഡി സ്റ്റീൽ ടേബിളിൽ നിന്ന് ഐ എസ് കോഡിൻ്റെ ബാക്ക് സൈഡിലെ പ്രോപ്പർട്ടീസിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ആൻഡ് 89.1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക.
എം ഡി ഇസഡ് വാല്യൂ 22.618 എന്ന് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് എം ഡി വൈ വാല്യൂ ആണ്. എം ഡി വൈ വാല്യൂ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത സെയിം വാല്യൂ ആയിരിക്കും എം ഡി വൈ കിട്ടുന്നത്. ഓക്കെ, സോ സെയിം ആസ് പ്രീവിയസ് വാല്യൂ ഓഫ് എം വൈ, സോറി എം ഡി വൈ, എം വൈ അല്ല എം ഡി വൈ. ഓക്കെ, ഇനി ബെൻഡിങ് ചെക്ക് ചെയ്യുക. എം ഇസഡ് ബൈ എം ഡി ഇസഡ് പ്ലസ് എം വൈ ബൈ എം ഡി വൈ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. നമുക്ക് കിട്ടുന്നത് 0.315 ആണ്, വിച്ച് ഇസ് ലെസ് ദാൻ 1 ആൻഡ് ഹെൻസ് ഇറ്റ് ഇസ് സേഫ്. ലാസ്റ്റ് സ്റ്റെപ്പ് ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ. അപ്പോൾ മാക്സിമം ഡിഫ്ലക്ഷൻ വാല്യൂ എന്ന് വെച്ചാൽ 5/384 5 W Z else raised to 4/384 EI. അതിൽ W Zൻ്റെ വാല്യൂ നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിൽ കിട്ടിയ വാല്യൂ ആണ് എഴുതേണ്ടത്. ഓക്കെ, W Z വാല്യൂ, ദെൻ L raised to 4, E എന്ന് വെച്ചാൽ സ്റ്റീലിൻ്റെ E, ആൻഡ് ദിസ് ഇസ് I Z Z. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2.6226 എന്ന് കിട്ടും. പെർമിസിബിൾ ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. പെർമിസിബിൾ ഡിഫ്ലക്ഷൻ L/150. ഓക്കെ, ഈ വാല്യൂ കിട്ടുന്നത് ടേബിൾ 6 വാല്യൂ കിട്ടും. ഓക്കെ, ലൈവ് ലോഡ് ഓർ വിൻ ലോഡ് പേർലിൻസ് ആണെങ്കിൽ സ്പാൻ ബൈ 150. നമ്മൾ ഇലാസ്റ്റിക് ക്ലാഡിങ് കൺസിഡർ ചെയ്തിട്ട് സ്പാൻ ബൈ 150. ഓക്കെ, സോ L ബൈ സ്പാൻ ബൈ 150, L 5 × 10⁻³ L എന്ന് വെച്ചാൽ ദ സ്പാൻ ഓഫ് പേർലിൻ. ഓക്കെ, സോ 5 × 10⁻³ ബൈ 150 33 എന്ന് കിട്ടും. സോ നമുക്ക് പെർമിസിബിൾ വാല്യൂവിനേക്കാളും കുറവാണ് മാക്സിമം വാല്യൂ, അതുകൊണ്ട് തന്നെ സേഫ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഐ സെക്ഷൻ പേർലിൻ്റെ ഡിസൈൻ. ആകെ ഒരു ഡിഫറൻസേ വരുന്നുള്ളൂ, അതായത് സെക്ഷൻ ക്ലാസിഫിക്കേഷനിൽ ബിക്ക് പകരം BF/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, സെക്ഷൻ ക്ലാസിഫിക്കേഷനിൽ മാത്രമേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുള്ളൂ. ബാക്കി എല്ലാ സ്റ്റെപ്സും ZPY കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ ബി തന്നെയാണ്, BF B = BF തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ.